ചില സാധനങ്ങൾ കഴിക്കുന്നത് നിയാസ് വേദിയിലൊക്കെ നല്ല സൂപ്പറായിട്ട് അവതരിപ്പിക്കുന്ന കണ്ടുണ്ട്. പ്രത്യേകിച്ച് ഈ മാമ്പഴം, അതിന്റെ രസം, വിവിധ രസങ്ങൾ മുഖത്ത് മിന്നി മറയുന്നത് കാണാനൊരു നല്ല സുഖമുണ്ട് അല്ലേ? പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒക്കെ ചില ആൾക്കാരൊക്കെ അത് കണ്ടിട്ടുണ്ടാവും. എന്നാലും അത് എപ്പോഴും ഒരു പുതുമയാണ്. അതെ അതെ സാറേ, അത് കാണിക്കുമ്പോ ശരിക്കും വാപ്പാനെയാണ് ഓർക്കുന്നത്. വാപ്പയുടെ ഒരു അനുഭവമാണ് അത്. അതായത് കപ്പലില് ദ്വീപ് എന്നുള്ള സിനിമയുടെ, രാമുകാരിയായിട്ടുണ്ട്, ദ്വീപ് എന്നുള്ള സിനിമയുടെ ഷൂട്ടിന് പോവാ. അപ്പൊ കപ്പലില് ഈ ആർട്ടിസ്റ്റുകൾ എല്ലാവർക്കും വേണ്ടിയിട്ട് കപ്പലിലെ ക്രൂസ് ഒരു ഡിന്നർ അറേഞ്ച് ചെയ്തു. അങ്ങനെ അതിന് ചെന്നപ്പോ പലർക്കും നമ്മുടെ ഭാഷ മലയാളം അറിയുന്നവരൊന്നല്ല, അവരുടെ ഭാഷ വാപ്പാക്കും അറിയില്ല. അപ്പോ ആ സമയത്ത് പുള്ളി പെട്ടെന്ന് ഉണ്ടാക്കിയൊരു നമ്പറാണ് ചില ഐറ്റംസ് കഴിക്കുന്നതിന്റെ എക്സ്പ്രഷൻ. ഈ എക്സ്പ്രഷൻ ആകുമ്പോ പിന്നെ ഭാഷ ആവശ്യമില്ലല്ലോ. ഇതൊരു അതെ. അപ്പൊ ഞാനത് എടുക്കാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ, വാപ്പ ഇതിങ്ങനെ ആ ഒരു കഥ പറഞ്ഞിട്ട് ഇത് കാണിച്ചു തരികയാണ് ചെയ്തത്. അപ്പൊ ഞാനത് സ്വീകരിക്കാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാല്, നമ്മുടെ ഫേസിലുള്ള എക്സ്പ്രഷൻ മധുരം കഴിക്കുമ്പോഴും എരിവ് കഴിക്കുമ്പോഴും പുളി കഴിക്കുമ്പോഴൊക്കെ ശരിക്കും അഭിനയമായിട്ട് നല്ല ബന്ധമുള്ളൊരു സാധനമായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് അന്നേ തോന്നിയൊരു സംഗതിയാണ്. അപ്പൊ അത് ഈ മധുരമൊക്കെ കഴിക്കുമ്പോൾ ഫേസിൽ ഒരു സന്തോഷത്തിന്റെ ഒരു എന്തായാലും ഉണ്ടാവും. എരിവ് കഴിക്കുമ്പോൾ ഒരു ഫീലും ദേഷ്യവും അങ്ങനെയൊക്കെ ഉള്ളൊരു സാധനം. അപ്പൊ ഇത് നമുക്ക് അഭിനയത്തിന് വളരെ ഗുണം ചെയ്യുന്നൊരു സംഗതിയാന്ന് തോന്നിയിട്ട് ഞാനത് പ്രാക്ടീസ് ചെയ്ത് എടുക്കുകയാണ് ചെയ്തത്. ആ ഒരു നമ്പറാണ് സാറേ. അപ്പൊ ഞാൻ എന്തായാലും ഒന്ന് കാണിക്കുകയാണ്. എന്തായാലും കുട്ടേട്ടനെ കണ്ടല്ലോ. ഒരു മാമ്പഴം കഴിക്കുന്നത്, അത് നമ്മള് ചെറുപ്പത്തിലൊക്കെ നമ്മൾ മാവിന്റെ ചോട്ടിന്ന് വീണ് കിട്ടുന്ന മാങ്ങ എടുത്തങ്ങോട്ട് അടിക്കലാണ്, കഴുകുന്ന പരിപാടിയൊന്നും ഇല്ലല്ലോ സാറേ. അപ്പൊ ആ രീതിയിലുള്ളൊരു മാമ്പഴം കയ്യിൽ പിടിച്ച് കടിച്ച് കഴിക്കുകയാണ്. പ്രേക്ഷകർ കൊതി വന്ന് കാണും ഇപ്പൊ. കൂടി ഉണ്ടാവും. ഇതുപോലെ തന്നെ ഒരു കാന്താരി മുളക്, അതായത് ചീനമുളക് എന്ന് പറയുന്ന ചെറിയ മുളക് ഉണ്ടല്ലോ സാർ, ഇത് കടിക്കുമ്പോഴുള്ള ഒരു എക്സ്പ്രഷൻ വളരെ മൈന്യൂട്ട് വോയിസ് ആണ് ഒരു കാന്താരി മുളക്. നല്ലൊരുണ്ട്. പിന്നെ പുളി, നല്ല വാളം പുളി ഉണ്ടല്ലോ സാറേ, അതിങ്ങനെ തൊണ്ട അടർത്തി കഴിഞ്ഞാൽ ഇങ്ങനെ പച്ച, മഞ്ഞ, ചുവപ്പ് കളറിലൊക്കെ ഇങ്ങനെ ഒരു ആ സ്റ്റൈലിൽ നിൽക്കുന്ന ഒരു സമയമുണ്ട്. അതിന്റെ വീണ് കിട്ടുന്ന പുളി പൂർണ്ണമായിട്ട് മാറിയിട്ടില്ല. അതെ, അതാ ആ ഒരു സമയത്ത് ഞങ്ങളുടെ അവിടെയൊക്കെ ചെനച്ച പുളി എന്ന് പറയും. കഴിക്കാൻ ഭയങ്കര രസമായിട്ടുള്ള സാധനമാണ്. ആ തൊണ്ട അടർത്തിയിട്ട് ആ പുളി ഇങ്ങനെ ആപ്പിളൊക്കെ കടിക്കുമ്പോ ഉണ്ടാവുന്നൊരു അതിന്റെ ഒരു വോയിസ് മാത്രമാണ്. മധുരം തന്നെയാണ്, എന്നാലും ആപ്പിളൊക്കെ കടിക്കുമ്പോ അതിന്റെ ഒരു വോയിസ്. പേരക്ക, ഈ വീട്ടിലൊക്കെ ഉണ്ടാവുന്ന പച്ച പേരക്ക എങ്ങനെ നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ കുറച്ച് പഴുത്തതായിരിക്കും, പക്ഷെ ഇത്തിരി മൂത്ത പേരക്കൊക്കെ കടിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു തോട് തുപ്പിക്കള. പിന്നെ അതുപോലെ ഈ പഴച്ചക്ക ഉണ്ടല്ലോ സാറേ, ഈ കൂഴച്ചക്ക എന്ന് പറയും, അതങ്ങനെ നൂല് പോലെ ഉണ്ടാവും. ആ ഒരു ചക്ക കടിക്കും.